മാക്സിമം ഒരു 10 കുടുംബങ്ങൾ അയാളിനെ വിശ്വസിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഉം. എന്നെ അടക്കം, ആ. ഞാനടക്കം. ആ. അപ്പോൾ ആ രീതികളൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു മനുഷ്യനാണ്. മനുഷ്യനാണ്. നിങ്ങൾ ഇപ്പം കേട്ടത് ഈ ഫാം സ്റ്റേയുടെ ഓണറെ കുറിച്ചുള്ള വാക്കുകളാണ് കേട്ടത്. ഇപ്പം എന്നോട് ചോദിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ടാവും എന്നത് മറ്റൊരു സത്യാവസ്ഥയാണ്. ഇത് ഏതെങ്കിലും ലക്ഷറി റിസോർട്ട് തേടിയുള്ള യാത്രയല്ല. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി, അതെ നെല്ലിമേട്, അതിനുള്ള പച്ചപ്പിനിടയിൽ ഒളിച്ചിരിക്കുന്ന ജെയിം ഫാം സ്റ്റേ. ഗൂഗിളിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മുടെ യാത്രയിലെ ചില സ്നേഹബന്ധങ്ങളാണ് ഇവിടെ എന്നെ എത്തിച്ചത്. നെല്ലിമേട് ഭാഗത്തുള്ള കയറി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ യാത്രയുടെ മൂഡ് ഒട്ടാകെ മാറും കേട്ടോ. വലിയ നഗരത്തിൻ്റെ ബഹളമൊന്നുമില്ല, ചുറ്റും പച്ചപ്പ്, തെങ്ങിൻ തോപ്പുകൾ, ഗ്രാമീണമായ അന്തരീക്ഷം. ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുൻപേ തന്നെ ഈ യാത്രയുടെ പകുതി ഫീൽ കിട്ടിത്തുടങ്ങും എന്നതാണ്. പേരിൽ തന്നെ ഫാം സ്റ്റേ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാന അട്രാക്ഷൻ ഒരു കെട്ടിടം മാത്രമല്ല, ചുറ്റുമുള്ള പ്രകൃതിയാണ്. പച്ചപ്പിനുള്ളിൽ ഒരു മനോഹരമായ താമസസ്ഥലം, അതിനോട് ചേർന്ന് വിശാലമായി ഔട്ട്ഡോർ സ്പേസ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ഗ്രീനറിക്കിടയിൽ വാട്ടർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതായത് ഒരു റിസോർട്ടിൽ പോയി റൂമിൽ കയറി കിടക്കുന്നതിന് പകരം രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നാച്ചുറിൻ്റെ ഒരു ഡിഫറെൻറ്റ് വൈബ് കിട്ടുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഒരുക്കിയിരിക്കുന്നത് തന്നെ. ഫാമിലിയായി വരുന്നവർക്കും കപ്പിളായി വരുന്നവർക്കും നാച്ചുറിനോട് ചേർന്ന് കുറച്ച് സമയം ചെലവഴിക്കാനുള്ള രീതിയിലാണ് ഇവർ ഇത് അവതരിപ്പിക്കുന്നത് തന്നെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഫാം ടു ടേബിൾ കോൺസെപ്റ്റ്. ഫാമിൽ നിന്നുള്ള ഫ്രഷ് ഓർഗാനിക് പ്രൊഡ്യൂസ് ഉപയോഗിച്ചുള്ള ഭക്ഷണമാണ് ഇവിടെ കോൺസെപ്റ്റ് മറ്റൊരു ഭാഗം. രാവിലെ ഒരു ഗൈഡഡ് വാക്ക്, പച്ചപ്പിലൂടെ കുറച്ച് നടക്കാം, ഫാം കാണാം. വൈകുന്നേരം വില്ലേജ് വാക്ക്, രാത്രിയാണെങ്കിലോ ക്യാമ്പ് ഫയർ. പ്രകൃതിയോട് കുറച്ച് സമയം കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ റിയൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ എത്താം എന്നാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ജെയിം ഫാം സ്റ്റേ നെല്ലിമേട് കണ്ണിമാരി എന്ന് സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ ലഭിക്കും. ഔദ്യോഗിക വിലാസം നാഗരാജ് ഫാം സ്റ്റേ നെല്ലിമേട് കണ്ണിമാരി PO ചിറ്റൂർ പാലക്കാട് എന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഫാം സ്റ്റേ ഓണറുടെ പേരും നാഗരാജ് എന്നാണ്. പിന്നെ ബാക്കി വെള്ളം പോട്ടത്. നമ്മളെ നാഗരാജ അണ്ണനെ പറ്റി എന്തൊക്കെയാ പറയാനുള്ളത് നിങ്ങൾക്ക്? നാഗരാജ അണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ ആള് നല്ല ഒരു കൃഷി മേഖലയിൽ കാർഷിക രംഗത്ത് അടിപൊളിയാണ്. ഏക്കർ കണക്കിൽ സ്ഥലമുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, വിജയമുണ്ട്. മൂപ്പര് കാർഷിക മേഖലയിൽ നല്ല ഒരു കർഷകനാണ്. ഈ പൊളിറ്റിക്സിലോ എല്ലാത്തിലും. ഇപ്പം ഇത് തമിഴ്നാടും അതുപോലെ തന്നെ കേരളത്തിന്റെ അതിർത്തിയാണ്. അപ്പം പുള്ളി ഈ കേരളത്തിലും തമിഴ്നാട്ടിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ പുള്ളിയുടെ ഒരു ഇവിടെ വന്നിട്ട് ഇപ്പൊ സാധാരണ ഈ കൃഷിയിൽ വന്നിട്ട് ജാതി അത്രയേ ഉള്ളൂ. ബാക്കി പച്ചക്കറികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കാലാവസ്ഥകൾ മാറിയത് കൊണ്ട് ഈ തവണ പച്ചക്കറികളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കൃഷി മേഖലയിൽ ആള് നല്ല ഒരു സൂപ്പർ ആളാണ്. അത് ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. കോയമ്പത്തൂർ പോയ സമയത്ത് അവിടെയുള്ള കൃഷി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആളെ നമ്മൾ പരിചയപ്പെട്ടു. മാക്സിമം ഒരു 10 കുടുംബങ്ങൾ അയാളിനെ വിശ്വസിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്നെ അടക്കം, ഞാനടക്കം. അപ്പൊ ആ രീതികളൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓൾമോസ്റ്റ് നമ്മൾ കോയമ്പത്തൂർ പോയ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. കോയമ്പത്തൂരിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അവിടെ വലിയ വലിയ പ്രമാണിമാര്, വലിയ വലിയ ആൾക്കാരൊക്കെ, പൊളിറ്റിക്സിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു. സ്റ്റാലിന്റെ നേരെ നിൽക്കുന്ന നമ്മളെ പഴയ മുഖ്യമന്ത്രി ആയിരുന്ന സ്റ്റാലിന്റെ നേരെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ ഒത്തിരി പേരെ പരിചയപ്പെട്ടു. അപ്പൊ നമുക്ക് മനസ്സിലായി ആള് കാർഷിക രംഗത്ത് എത്രത്തോളം. പുള്ളിയുടെ മാമൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്നല്ലോ. പരിചയപ്പെട്ടു നമ്മള്. അണ്ണാ, ഈ പുഴയ്ക്ക് എത്ര ആഴം ഉണ്ടാവും? ആഴം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ താഴ്ച ഒരു മാക്സിമം ഒരു 15 അടി. 15 അടി എന്ന് വെച്ചാൽ ഈ പനകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ? പനകള് കാണുന്ന ഭാഗങ്ങൾ വന്നിട്ട് മാക്സിമം മുകളിലാണ് പനകൾ നിൽക്കുന്നത്. ഞങ്ങളതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ പനകളുള്ള ഷൂട്ടിംഗ് സെന്റർ ഒക്കെ. പഴയ തമിഴ് പടം, പഴയ മലയാള ഫിലിമൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഒരുപാട് എടുക്കുന്ന കണ്ടു. ഇവിടെ അതുപോലെ നമ്മളെ ഷാരൂഖ് ഖാൻ, മറ്റുള്ളവര്, കാർത്തിക്, എല്ലാവരും വന്ന് ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്.
കാർത്തിക് വന്നിട്ട് നമ്മുടെ ഈ സൂര്യയുടെ അനിയൻ അനിയൻ കാർത്തിക് ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, സൂര്യനോട് അനിയനല്ല, മുത്തുരാമന്റെ മകൻ കാർത്തിക്. അങ്ങനെ മുത്തുരാമന്റെ. അപ്പൊ അവരൊക്കെ വന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുന്നിലാണ് ഷൂട്ടിംഗ് നടന്നത്. അപ്പൊ വന്നിട്ട് ഇതൊക്കെ നടന്നു. ഇതിപ്പോ 15 അടി താഴ്ച അവിടെയുള്ളൂ, വലിയ താഴ്ചയൊന്നും. 15 അടി എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കടി താഴ്ച. പക്ഷെ ഈ കാണുന്ന പനയൊക്കെ എന്ന് പറഞ്ഞാല് പന മുകളിലേ ഉള്ളൂ, പനയൊന്നും ആഴമൊന്നുമില്ല. അവിടെ അവിടെ മാക്സിമം ഒരു 2 അടി താഴ്ചയിലെ നിക്കണത്. 2 അടി ഇങ്ങനെ ഈ രാത്രിയെ നിക്കണത്. ഇതൊക്കെ മുകളിലാണ്.